അനുരാഗവിലോചനായി അതിലേ. ഹലോ, ഗുണ്ട ബിനു സ്പീക്കിംഗ്. കൈവെട്ട് കാൽവെട്ട് എല്ലൊടിക്കൽ ഏത് വേണമെങ്കിലും പറഞ്ഞോ. അതെ, 2 കാലൊടിക്കുന്ന കൊട്ടേഷന് ഒരു കൈ ഫ്രീ ആയി ഒഴിച്ചു കൊടുക്കും. തട്ടിക്കൊണ്ടുപോയി പെരുമാറുന്നതിന് 999 ഓൺലി. ഗുണ്ടബിനുവാ പറയുന്നത്, ഗുണ്ടബിനു. 10 ആള് വന്നാ പുല്ല. ഗുണ്ടബിനുവിന് പുല്ല്. സോറി ഡാർലിംഗ്. എടി ഭാര്യയെ, ഞാൻ ആളറിയാതെ ഇനി എന്തോന്ന് കാര്യം. കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് വീടും മുറ്റവും അടിച്ചുവാരി പുട്ടും കടലക്കറി ഉണ്ടാക്കി വെച്ച് ചോറും കൂട്ടാനുണ്ടാക്കി തുണിയും കഴുകി നിലവും തുടച്ച് കഴിഞ്ഞിട്ടല്ലേ ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. അത് ശരി. വിളിച്ചുണർത്തി കാപ്പി തരാതെ പോയതിനാണോ? എന്റെ കൂടെയുള്ള പൊറുതി മതിയാക്കിയാണെന്നോ? ഹലോ 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 കട്ടായി. BP കൂടുതലാണല്ലേ? എടാ, ഇങ്ങനെയുള്ള വർത്താനം കേട്ടാ പിന്നെ BP കൂടാതെ എന്ത് ചെയ്യും? ആ BP അല്ല, ഇത് BP. ഭാര്യയെ പേടി, അത് കൂടുതലാണല്ലേ? ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ തട്ടിക്കളയാൻ ഞാൻ. ഒന്ന് ചുമ്മാ ഇരി ചേട്ടാ, ഒരു തട്ടുകാരൻ വന്നിരിക്കുന്നു. ആട്ടെ, ഭാര്യ ആരുടെ കൂടെയാ ഓടിപ്പോയത്? അറിയില്ലടാ, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. പേടിക്കാതെ, ആളെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു തരാം. ഹലോ, ഭ്രാന്താസ്പത്രിയാണോ? അതെ, ഇന്ന് രാവിലെ ആരെങ്കിലും അവിടുന്ന് ചാടിപ്പോയിട്ടുണ്ടോ? ഓക്കെ, ശരി. എടാ, എന്റെ ഭാര്യ ഒളിച്ചോടിയതിന് നീ എന്തിനാടാ ഭ്രാന്താശുപത്രിയിൽ വിളിച്ച കാര്യം തിരക്കിയത്? എന്റെ ചേട്ടന്റെ ഭാര്യയെ കൊണ്ട് സ്വബോധമുള്ള ആരെങ്കിലും ഒളിച്ചോടുവോ? നീ പറഞ്ഞതൊരു വാസ്തവമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഓ, അല്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ അങ്ങ് തട്ടിക്കളഞ്ഞേനെ. ഈ ഗുണ്ടബിനി ഒരു പേടിത്തൊണ്ടനാണെന്നാ നാട്ടാര് പറയുന്നേ. അത് നേരാണോ ചേട്ടാ? എടാ, എന്റെ പ്രവർത്തന മേഖലയുടെ ഉള്ളറകൾ അവരുടെ ചേട്ടോ, മലയാളത്തിൽ പറഞ്ഞാ മതി. എടാ, കഴിഞ്ഞ ആഴ്ച തട്ടിയത് 7 എണ്ണത്തിന്, അതും ഒറ്റ കൊട്ടേഷനില്. അതൊന്നും ഈ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവർക്ക് എന്നെ ഒരു പേടിയില്ലാത്തത്. ഈ പുളുവടി ഗുണ്ടയെ കൊണ്ട് ഞാൻ തോറ്റ എന്റെ ദൈവമേ. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരെണ്ണത്തിന് 20 രൂപ വെച്ച് 7 എണ്ണത്തിന് 140 ഉലുവ. ഈ പട്ടിപിടുത്തം താൻ ഇനിയും നിർത്തിയില്ലടേ. നീ ഇതാരോടും പറയരുത്. മാനം പോയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടാ. ഇല്ലാത്ത മാനം ഞാനായിട്ട് കൂക്കുന്നില്ല. അല്ല, ചേട്ടന്റെ വീട്ടിൽ 3 പട്ടിക്കുട്ടികളുണ്ടെന്ന് കേട്ടു. അതെ, 3 എണ്ണം ഉണ്ട്. അൽസേഷനാ. ചേട്ടൻ എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3 കുട്ടികൾ. 3 6 കുട്ടികൾ. ചേട്ടൻ അൽസേഷനാണോ? വേണ്ട ഡാ ടിൻഡുമോനെ, നീ എല്ലാവരെയും നാക്കുകൊണ്ട് ചൊറിയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് കളി വേണ്ട. അൽസേഷനായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉശിരി കണ്ടേനെ. ഡാ നീ എന്താടാ പറഞ്ഞത്? ഞാൻ ആരാണെന്നാടാ നീ കരുതിയത്? നാട് വിറപ്പിക്കുന്ന ഈ ഗുണ്ടബിനുവിനെയാണോടാ നിന്നെ പോലെ ഒരു പീക്കിരി പയ്യൻ വന്ന് ഞോണ്ടുന്നത്? ഞാൻ ഈ കയ്യൊന്ന് നിവർത്തിയാലുണ്ടല്ലോ, നീ ഇവിടുന്ന് പറക്കും. നീ എല്ലന്തോടാതെ പറക്കും. ദേ, ഒളിച്ചോടി പോയ ചേട്ടന്റെ ഭാര്യയായിരുന്നു. അയ്യോ, ഇത്രേ ഉള്ളു കാര്യം. BP കൂടിയ ഏത് ഗുണ്ടയും പറക്കും. ദൈവമേ, ഗുണ്ടബിനുവിന്റെ ഭാര്യയോടൊപ്പം ഒളിച്ചോടിയവൻ എവിടെ ആയാലും ജീവിച്ചിരുന്നാ മതിയായിരുന്നു.